ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് നമ്മളൊരു വ്ളോഗായിട്ട് വന്നേക്കാണ്. ഒരു റൈഡ് വ്ളോഗ് തന്നെയാണ്. അപ്പോൾ നമ്മളിതിനു മുമ്പ് റൈഡൊക്കെ പോയായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മെയ് മാസം ഫസ്റ്റ് വീക്ക് പോയൊരു റൈഡാണ് കേട്ടോ. മഴയ്ക്കൊക്കെ മുമ്പ് പോയതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉപ്പുതറയിലാണ്. ഉപ്പുതറയിൽ നിന്ന് ഈ പോകുന്നത് നേരെ പശുപ്പാറയിലോട്ടുണ്ടോ, വാഗമൺ പശുപ്പാറയിലോട്ട്. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇനി ചെന്തല്ലാർ വഴി പശുപ്പാറയ്ക്ക് പോകണം. പശുപ്പാറ നമ്മുടെ ഒരു പരിചയക്കാരൻ ഒരു പുതിയൊരു ക്യാമ്പിംഗ് സെറ്റപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് അവിടെ വരെയും പോകുന്നതാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ വാഗമണൊക്കെ ചുറ്റി കറങ്ങിയിട്ടാണ് ഉപ്പുതറയ്ക്ക് പോയത്. അവിടെ പുഴയിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നേരെ പോകാം കേട്ടോ. ഇത് ഇവിടെ നൈസായിട്ടുള്ള പോണതിലൊരു ചെറിയൊരു കോവിൽ കാണാം, അടിപൊളിയാണ്. ഇവിടെ ഈ 2 ഫോട്ടോ ഒക്കെ എടുത്തേക്കാം. നമ്മുടെ കൂടെ നമ്മുടെ ഗാങ്സ് പിള്ളേരെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടി ഫ്രണ്ടോട്ട് പോയി നമുക്കൊരു സെൻറ്റ് ആൻഡ്രൂസ് ചർച്ച് ഉണ്ട്. അതാണ് നമ്മുടെ ഏതാണ് നമ്മുടെ ലൂസിഫർ സിനിമയിൽ കാണുന്ന പള്ളിയാണത്. അപ്പോൾ നമ്മളൊന്നും ഇനി അവിടെ ഒന്നും കയറാൻ നിൽക്കുന്നില്ല. ഇനി നേരെ നമ്മൾ ചെന്തല്ലാർ വഴി പശുപ്പാറയിലോട്ട്. അപ്പോൾ നമ്മൾ ചെന്തല്ലാർ മെയിൻ റോട്ടിൽ നമ്മൾ കട്ട് ചെയ്ത് പശുപ്പാറ കവല റോഡിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് ഈ വഴി ഏകദേശം ഒരു 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിലോട്ട് തിരിയുന്ന ഒരു ജംഗ്ഷൻ എത്തും. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം പശുപ്പാറ ഭാഗത്തൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ട്രക്ക് ചെയ്യാൻ പറ്റിയ ഒരു മലയുണ്ട് കേട്ടോ, അർജുനൻ മല എന്നൊക്കെ പേരൊക്കെ ഉള്ളൊരു മലയുണ്ട്. അപ്പോൾ അവിടെ കയറാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടൈം വൈകാൻ പറ്റിയില്ല. ഈ തവണ എന്തായാലും അവിടെ നിന്ന് പോയി നോക്കണം. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ് ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് വന്ന് പരിചയപ്പെട്ടൊരു ചേട്ടൻ്റെ ഉണ്ടോ ആ ക്യാമ്പിംഗ് സെറ്റപ്പ്. ഈ ഭാഗത്തൊക്കെ റോഡൊക്കെ വെച്ച് മോശമാണ്, ചെറിയൊരു ഓഫ് റോഡ് ട്രെയിൽ പോലെ ഉണ്ട്. അപ്പോൾ ഈ അകലെ കാണുന്ന പൊങ്ങിക്കണ മലയാണ് നമ്മുടെ അർജുനൻ മല എന്ന് നേരത്തെ പറഞ്ഞില്ലേ, ആ മലയാണ് പൊങ്ങിക്കണത്. അതിൻ്റെ അടിവാരത്തായിട്ടാണ് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ്. അപ്പോൾ നമ്മളിന്ന് 3-4-5 ബൈക്കുകാരുണ്ട് നമ്മുടെ കൂടെ സ്ഥിരം വരുന്ന അവഞ്ചറും എക്സ്പൾസും റൈഡേഴ്സൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ലൊക്കേഷൻ വരെയും പോയി നോക്കിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കവല. ഇവിടെ നേരെ പോയി നമ്മൾ AVT എസ്റ്റേറ്റൊക്കെ കൂടി വാഗമണിലോട്ട് പോകാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് തിരിയേണ്ടത്. ഈ വഴി നേരെ പോയിട്ട് അടുത്തൊരു റൈറ്റ് കൂടി ഉണ്ട്, നേരെ ഒരു കോൺക്രീറ്റ് വഴി കാണാൻ പറ്റും. അതിൽ നമുക്ക് മുകളിലോട്ട് പോകണം എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇവിടെ പോയി നോക്കാം. അപ്പോൾ വഴി കുറച്ച് കയറി നമുക്ക് വേറൊരു പണി കിട്ടി. ഇവിടെ കോൺക്രീറ്റ് ഇപ്പോൾ ചെയ്തിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. അവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് മുകളിലോട്ട് കയറാൻ പറ്റില്ല, അവിടെ നടന്നു കൊണ്ടുവരും. നമ്മുടെ പരിചയക്കാരൻ ചേട്ടൻ്റെ ജീപ്പ് കൂടെ കിടക്കുന്നുണ്ട്, ഓഫ് റോഡ് ജീപ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒതുക്കി വെച്ചിട്ട് മുകളിലോട്ട് പതിയെ നടന്ന് കയറാം. അപ്പോൾ നമ്മളൊരു ഓഫ് റോഡ് എന്തായാലും ഈ റൈഡിന് മിസ്സായി പോയി. പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് മഴയ്ക്ക് പിടിച്ചിട്ട് ഒന്നുമില്ലേ വരാമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ വണ്ടി വെച്ചിട്ട് നടന്ന് മുകളിലോട്ട് കയറാം. നമ്മളപ്പോൾ വാഗമൺ ഒരു അടിപൊളി സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്കണം. ഞാൻ മാത്രമല്ല, നമ്മുടെ ഗാങ് പിള്ളേരെല്ലാവരും ഉണ്ട്. പിന്നെ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു അടിപൊളി സ്ഥലത്താണ്. അപ്പോൾ അതെ, ഇതാണ് ഇവിടുത്തെ ബാമ്പു ഹട്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഹട്ട് ഹൗസാണ്. അപ്പോൾ ഹട്ട് ഹൗസിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സമയം ഞങ്ങൾ വന്നപ്പോഴേക്കും ഒരു 3 മണി വൈകുന്നേരമായി. ബാങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ലൈറ്റ് ഉണ്ട് മുകളിൽ പുല്ലാണ് റൂഫൊക്കെ. അപ്പോൾ ഇതൊക്കെ ഈ ബാമ്പൊക്കെ ഇവിടെ ഈ പറമ്പിലുള്ള ബാമ്പൊക്കെ വെട്ടി ഉണ്ടാക്കിയതാണ്. കണ്ടോ, അവിടെ മൊത്തം ഇല്ലിക്കാടാണ്. അപ്പോൾ ഇവിടെ അഡ്വഞ്ചർ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. മൗണ്ടൻ സൈക്കിളോ മൗണ്ടൻ ബൈക്കോ ഒക്കെ നമുക്ക് പറമ്പിക്കട അതിൽ ഇതൊക്കെ ഇട്ട് ഓടിക്കാം. പിന്നെ ഹൈക്കേഴ്സിന് വേണ്ടിയിട്ട് ട്രക്കേഴ്സിന് വേണ്ടിയിട്ട് അവിടെ മുകളിൽ അടിപൊളി മലയുണ്ട്. അപ്പോൾ ഇവിടെ ബാത്റൂമും ടോയ്ലറ്റൊക്കെ ഉണ്ട്, പണിയൊക്കെ നടക്കണുള്ളൂ. അപ്പോൾ ഇതൊക്കെ പൂർത്തിയായി വരുമ്പോഴേക്കും അടിപൊളിയാവും. കേസ് അപ്പോൾ ഫൈനലി നമ്മൾ അർജുനൻ മലയിലുള്ള ട്രീ ഹൗസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തൊട്ട് പുറകെ കാണുന്നതാണ്, അതാണ് നമ്മുടെ ട്രീ ഹൗസ് കേട്ടോ. ആ 2 മരത്തിൻ്റെ മുകളിൽ ട്രീ ഹൗസ് സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അടിപൊളിയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വാഗമൺ പശുപ്പാറയുള്ള അർജുനൻ മല സ്റ്റേ ഹൗസാണ് കേട്ടോ. ഇവിടെ ഒരു ട്രീ ഹൗസും ഒരു ബാമ്പു ഹട്ടും ഉണ്ട്. ചുറ്റുമൊക്കെ അടിപൊളിയാണ്. നമ്മുടെ പിള്ളേർ ഇവിടെ ഇരിക്കുന്നുണ്ട്. മൊത്തം ഒരു ഫോറസ്റ്റിൻ്റെ ഫീലിംഗ് ആണ് കേട്ടോ. കയറി ആ കേസ്. അപ്പോൾ നമുക്ക് ട്രീ ഹൗസിൻ്റെ ഉള്ളൊന്ന് കയറി നോക്കാം. ജിഫിങ് കയറുന്നുണ്ട്. കയറാനൊക്കെ ഉണ്ട്, കൊള്ളാമോ? മുകളിൽ കയറിക്കുക, നമുക്ക് മുകളിൽ കയറാം കേട്ടോ. കയറാൻ ഹെൽമെറ്റൊക്കെ വെച്ച് കയറാം. താഴേക്ക് വീണ് ഞാൻ ഒന്ന് പറ്റാണ്ടിരിക്കാൻ. എങ്ങനെയുണ്ടാ മുകളിൽ? അടിപൊളി. ആഹാ, അടിപൊളി, കൊള്ളാലോ. കിടപ്പായി
ഇത് ഒറിജിനൽ അല്ല. അങ്ങനെയുണ്ട് നമ്മുടെ ക്യാമ്പിങ്. സമയം ഇരുട്ടായി. പുറത്തേക്കുള്ള വീട്ടിലെ ഓ മഴ വേണി അടിപൊളിയായിരിക്കും കേട്ടോ. ആ സെറ്റാണ്. ഓ ഗൈസ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അർജുനൻ മലയ്ക്കടുത്തുള്ള അർജുനൻ ഹോം സ്റ്റേ അല്ല, അർജുനൻ ട്രീ ഹൗസ് ആൻഡ് ബാംബു ട്രീ ഹൗസ്. മോനെ ഡേ എന്തൊക്കെയുണ്ട്? അടിപൊളിയാണ് കേട്ടോ. ഇറങ്ങാനുള്ള സീനാണ്. ഐ പുത്തനെയുള്ള അല്ല, ഞാൻ എൻ്റെ കയ്യിലേ ക്യാമറയാണ്, അതാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. കേസ് അപ്പോൾ നമ്മുടെ ട്രീ ഹൗസ് ഇരിക്കുന്നത് ഈ 2 മരത്തിലാണ് കേട്ടോ. 2 കിണകാശി കിടിലം മരമുണ്ട്. നല്ല സെറ്റായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വെച്ചത്. മുകളിൽ നമ്മൾ കയറിയപ്പോൾ കണ്ടല്ലേ. അതെ ഇന്ന് ചാടി ഇറങ്ങടോ. സ്ട്രോങ് ഉണ്ടോ കയറിയ ആളാണ് കേട്ടോ. അപ്പം എന്തായാലും അടിപൊളിയാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പശുപ്പാറ അർജുനൻ മല. ഒന്നുമില്ല, അത്യാവശ്യം തണുപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്താണ് അപ്പോൾ നിങ്ങൾ വാഗമണ്ണൊക്കെ വരുമ്പോൾ പശുപ്പാറയ്ക്ക് ഒന്ന് കയറി നോക്കാം. പശുപ്പാറയ്ക്ക് അടിപൊളി സ്ഥലമാണ്. അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ പശുപ്പാറയിൽ ഇതുപോലെ ഒരു 1-2 ഹോം സ്റ്റേയും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു പരിചയക്കാരൻ്റെ ഒരു പുതിയ സംരംഭമാണ്. ഇവിടുത്തെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടേക്കാം. അതുപോലെ വീഡിയോയിൽ ആഡ് ചെയ്ത് ഇട്ടേക്കാം. ആവശ്യമുള്ളവർ താല്പര്യമുള്ളവർക്ക് ഇതിലെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താമസിച്ച് നോക്കാം. അടിപൊളിയാണ്.